കോഴിക്കോട് നഗരത്തിലെ ഒരു വലിയ ലൈബ്രറിയിൽ ജോലി ചെയ്യുകയായിരുന്നു ആദർശ്. പുസ്തകങ്ങൾ ആയിരുന്നു അവന്റെ ലോകം. ഓരോ ദിവസവും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ അവന്റെ കൈകളിലൂടെ കടന്നുപോകും. ചിലത് പുതിയ കഥകൾ പറയും, ചിലത് പഴയ ഓർമ്മകൾ ഉണർത്തും. പക്ഷേ ആദർശിന്റെ സ്വന്തം ജീവിതം ഒരു ശൂന്യമായ പുസ്തകം പോലെ ആയിരുന്നു. അതിനുള്ളിൽ എഴുതപ്പെടാൻ ഒരു കഥ കാത്തിരിക്കുകയായിരുന്നു. ഒരു മഴയുള്ള വൈകുന്നേരം. ലൈബ്രറി അടയ്ക്കാൻ സമയമായിരുന്നു. അപ്പോഴാണ് ഒരു പെൺകുട്ടി അകത്തേക്ക് ഓടിക്കേറിയത്. കയ്യിൽ നനഞ്ഞ ബാഗ്, മുഖത്ത് ചെറിയൊരു പരിഭ്രമം. ക്ഷമിക്കണം, ലൈബ്രറി അടയ്ക്കാൻ പോകുകയാണോ? അവൾ ചോദിച്ചു. ഇനിയും 10 മിനിറ്റ് ഉണ്ട്, ആദർശ് ചിരിച്ചു. അവൾ ആശ്വാസത്തോടെ ശ്വാസമെടുത്തു. നന്ദി. അവൾ നേരെ നോവൽ വിഭാഗത്തിലേക്ക് നടന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു പുസ്തകവുമായി തിരികെ വന്നു. ഇത് എടുക്കണം. ആദർശ് പുസ്തകം നോക്കി. ഒരു പഴയ പ്രണയ നോവൽ. നിനക്ക് പ്രണയകഥകൾ ഇഷ്ടമാണോ? അവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. നല്ല പ്രണയകഥകൾക്ക് ആരാണ് ഇല്ല പറയുക? ആ മറുപടി കേട്ട് അവനും ചിരിച്ചു. ഞാൻ ആദർശ്. കാവ്യ. ആ മഴയുള്ള വൈകുന്നേരത്തിൽ അവരുടെ കഥ ആരംഭിച്ചു. അടുത്ത ദിവസങ്ങളിലും കാവ്യ ലൈബ്രറിയിൽ വരാൻ തുടങ്ങി. ഓരോ ആഴ്ചയും പുതിയൊരു പുസ്തകം, പുതിയൊരു സംഭാഷണം, പുതിയൊരു പുഞ്ചിരി. പതിയെ അവർ സുഹൃത്തുക്കളായി. കാവ്യ ഒരു എഴുത്തുകാരിയാകാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു. ചെറിയ കഥകൾ എഴുതുമായിരുന്നു. ഒരു ദിവസം അവൾ തന്റെ ഡയറി ആദർശിന് കാണിച്ചു. അതിൽ മനോഹരമായ കഥകളും കവിതകളും നിറഞ്ഞിരുന്നു. ഇവ പ്രസിദ്ധീകരിക്കാത്തതെന്താണ്? ആദർശ് ചോദിച്ചു. ഭയമാണ്. എന്തിന്റെ? ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ? ആദർശ് ചിരിച്ചു. ചില കഥകൾ ലോകത്തിനു വേണ്ടി എഴുതുന്നതല്ല, ഹൃദയത്തിനു വേണ്ടിയാണ്. കാവ്യയുടെ കണ്ണുകൾ തെളിഞ്ഞു. ആ ദിവസത്തിനു ശേഷം അവരുടെ ബന്ധം കൂടുതൽ അടുത്തു. ലൈബ്രറി അടച്ച ശേഷം അവർ അടുത്തുള്ള കഫേയിൽ പോകും. പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കും, സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും, ജീവിതത്തെക്കുറിച്ച് സംസാരിക്കും. ആദർശിന് അറിയാതെ കാവ്യ അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗമായി മാറി. ഒരു ദിവസം അവൾ ചോദിച്ചു. നീ ഒരിക്കലും പ്രണയത്തിലായിട്ടുണ്ടോ? ആദർശ് അവളെ നോക്കി. ഒരുപക്ഷേ ഇപ്പോൾ. കാവ്യ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ പുഞ്ചിരി എല്ലാം പറഞ്ഞിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മഴക്കാലം അവസാനിച്ചു. പക്ഷേ അവരുടെ പ്രണയം. അവൾ നിശബ്ദമായിരുന്നു. ജനലിനു പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്താണ് പറ്റിയത്? ആദർശ് ചോദിച്ചു. അവൾ പതിയെ പറഞ്ഞു. എനിക്ക് ചെന്നൈയിലേക്ക് പോകണം. ആദർശിന്റെ ഹൃദയം ഒന്നു നിശ്ചലമായി. എന്തിന്? ഒരു പ്രസാധക കമ്പനി എന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. അവൻ സന്തോഷിക്കേണ്ട വാർത്തയായിരുന്നു അത്. പക്ഷേ അവന്റെ മനസ്സ് ഭാരമായി. എപ്പോൾ? അടുത്ത മാസം. ലൈബ്രറിയിലെ നിശബ്ദത കൂടുതൽ ആഴമായി. നീ സന്തോഷവാണല്ലേ? കാവ്യ ചോദിച്ചു. ആദർശ് ചെറുതായി ചിരിച്ചു. നിന്റെ സ്വപ്നം സഫലമാകുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ നീ ഇല്ലാത്ത ഈ ലൈബ്രറിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ല. കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. പോകുന്ന ദിവസം എത്തി. കാവ്യ അവസാനമായി ലൈബ്രറിയിൽ വന്നു. അവൾ ഒരു പുസ്തകം ആദർശിന് നൽകി. അത് ശൂന്യമായ ഒരു നോട്ട്ബുക്ക് ആയിരുന്നു. ആദ്യ പേജിൽ ഒരു വരി എഴുതിയിരുന്നു. നമ്മുടെ കഥയുടെ ബാക്കി ഭാഗം ഇതിൽ എഴുതാം. അവൾ ചിരിച്ചു. പിന്നീട് പോയി. മാസങ്ങൾ കടന്നു. ഒരു വർഷം കടന്നു. കാവ്യയുടെ പുസ്തകം വലിയ വിജയമായി. പക്ഷേ ആദർശിന് ഏറ്റവും വിലപ്പെട്ടത് അവൾ നൽകിയ ആ ശൂന്യ നോട്ട്ബുക്ക് ആയിരുന്നു. ഒരു ദിവസം മഴ പെയ്യുന്ന വൈകുന്നേരം. ലൈബ്രറി അടയ്ക്കാൻ സമയം ആയിരുന്നു. അപ്പോഴാണ് വാതിൽ തുറന്നത്. ഒരു പരിചിത ശബ്ദം. ക്ഷമിക്കണം, ലൈബ്രറി അടയ്ക്കാൻ പോകുകയാണോ? ആദർശിന്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. അവൻ തല ഉയർത്തി നോക്കി. കാവ്യ. മുഖത്ത് പഴയ അതേ പുഞ്ചിരി. കയ്യിൽ ഒരു പുതിയ പുസ്തകം. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ തിരികെ വന്നോ? കാവ്യ അടുത്തേക്ക് നടന്നു. പുസ്തകം അവന്റെ കയ്യിൽ നൽകി. അത് അവളുടെ പുതിയ നോവൽ ആയിരുന്നു. ആദ്യ പേജ് തുറന്നപ്പോൾ അവൻ കണ്ടു. അർപ്പണം എഴുതിയിരുന്നു.
എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥയ്ക്ക്. ആദർശ് അവളെ നോക്കി. കാവ്യ ചിരിച്ചു. ചില കഥകൾ പുസ്തകങ്ങളിൽ അവസാനിക്കില്ല. പിന്നെ അവ ജീവിതമായി മാറും. പുറത്ത് മഴ പെയ്യുകയായിരുന്നു. ലൈബ്രറിയിലെ പഴയ പുസ്തകങ്ങളുടെ മണം വായുവിൽ നിറഞ്ഞിരുന്നു. അവിടെ ആയിരക്കണക്കിന് കഥകൾക്കിടയിൽ രണ്ട് ഹൃദയങ്ങളുടെ ഏറ്റവും മനോഹരമായ കഥ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു.